നമസ്കാരം. നക്ഷത്രഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി മാസം 1-ാം തീയതി ചിത്തിര നക്ഷത്രമാണ്. 12 രാശിയിൽ വരുന്നവർക്ക് എന്തെല്ലാം ഫലങ്ങളാണെന്ന് നോക്കാം. മേടം രാശി അശ്വതി, ഭരണി, കാർത്തികക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള പല ഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ശത്രുക്കളിൽ നിന്നും ഉപദ്രവങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ടെൻഷനും മനക്ലേശവും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. എന്നാൽ ഔദ്യോഗിക രംഗത്ത് കൂടുതൽ ശോഭിക്കാനും മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കാനും സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങളും അംഗീകാരങ്ങളും ബഹുമതികളും ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ഇടവൻ രാശി കാർത്തിക, മുക്കാല്, രോഹിണി, മകീരം, മര ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ ഇന്ന് ഉത്സാഹവും സന്തോഷമൊക്കെ കൂടുതലായിട്ട് തോന്നുന്നതാണ്. മക്കളുടെ നേട്ടത്തിലെല്ലാം അഭിമാനിക്കാനും അവരെക്കുറിച്ച് സന്തോഷിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ദീർഘയാത്രകൾക്കെല്ലാം യോഗം ഉള്ളൊരു സമയമാണ്. അധികമായിട്ട് പണം ചിലവായി പോകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് പണം ഇടപാടുകളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. ധാരാളം പണം ഒപ്പം വരാനും സാധ്യതയുള്ളൊരു ദിവസം തന്നെയാണ്. മിഥുനരാശി മകേര, തിരുവാതിര, പുണർതം, മുക്കാൽ ഇന്ന് ഒരുപാട് അവസരങ്ങൾ സുഹൃത്തുക്കളെ കൊണ്ടും പങ്കാളിയെ കൊണ്ടും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഒരുപാട് സൗഹൃദങ്ങൾ കൊണ്ടും നമ്മളുടെ ബന്ധുബലം കൊണ്ടൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നടക്കുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ അതെല്ലാം വിജയിപ്പിക്കാൻ സാധിക്കുന്നതാണ്. പൂർവിക സ്വത്ത് നിയമപരമായിട്ട് കൈവശം വന്നു ചേരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകളിലെല്ലാം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. കർക്കിടക രാശി പുണർതം, കാല്, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ ലാഭകരമായിട്ട് വരും. ഭൂമിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലമാണ്. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ സ്വർണ്ണാഭരണ സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ നടത്താനൊക്കെ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം ഇന്നത്തെ ദിവസം ഗുണകരമാണ്. കൂടുതൽ സ്വർണം സമ്പാദിക്കാൻ സ്ത്രീകൾക്കൊക്കെ പ്രത്യേകിച്ച് ഭർത്താവിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ സമ്മാനമായിട്ട് സ്വർണം ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഭാഗ്യവും ദൈവാധീനവും ഉള്ള ഒരു സമയമാണ്. തൊഴിൽ രംഗത്തും അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശ പര്യടനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. ചിങ്ങരാശി മകം, പൂരം, ഉത്രത്തിൽ, കാല് ഈ രാശിക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. കുറച്ച് കാലമായിട്ടുണ്ടായിരുന്ന ഞെരുക്കമെല്ലാം മാറി ഇപ്പോൾ കുറച്ച് കയ്യിൽ മിച്ചം വരാനും അധികമായിട്ട് പണം ചെലവാക്കാനും ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തിക പുരോഗതി നേടാനായിട്ട് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു കാലമാണ്. ശമ്പള വർധനവൊക്കെ ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ മിച്ചം വെച്ച് സമ്പാദിച്ച പൈസയൊക്കെ എടുത്ത് കൈവശം വന്നു ചേരാനും അതെടുത്ത് ചിലവഴിക്കാനൊക്കെ സാധിക്കുന്ന ഒരു കാലമാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം നേടാൻ സാധിക്കും. കന്നിരാശി ഉത്രമുക്കാല്, അത്തം, ചിത്തിരാര ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലെല്ലാം പങ്കെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അവിവാഹിതരെ വിവാഹം നടക്കാൻ യോഗമുള്ളൊരു സമയമാണ്. പുതിയ പല കാര്യങ്ങളും തുടങ്ങാനായിട്ട് താമസം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ദൈവാധീനം കുറഞ്ഞ ഒരു കാലമാണ്. അതുകൊണ്ട് പല കാര്യങ്ങൾക്കും ഒരുപാട് പ്രാവശ്യം പരിശ്രമിക്കേണ്ടി വരാം. വിജയത്തിലെത്താനായിട്ട് ഒറ്റ പ്രാവശ്യം കൊണ്ട് ചിലപ്പോൾ നടന്നില്ലെന്ന് വരും. തുലാം രാശി ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ഔദ്യോഗിക യാത്രകൾ ആവശ്യമായിട്ട് വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഔദ്യോഗിക യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യാവുന്നതാണ്. ചെറിയ ചെറിയ തർക്കങ്ങളും കലഹങ്ങളും ഒക്കെ ബന്ധുക്കളുമായിട്ടുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതെല്ലാം നടക്കാൻ യോഗമുള്ളൊരു സമയമാണ്. ഈശ്വരാധീനമുള്ള ഒരു കാലമാണ്. ഭാഗ്യവും ദൈവാധീനമുള്ള ഒരു കാലമായതുകൊണ്ട് തന്നെ ഈ സമയത്ത് ശ്രമിക്കുന്ന കാര്യങ്ങളെല്ലാം വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വൃശ്ചികരാശി വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഇന്നത്തെ ദിവസം വളരെയധികം ഗുണകരമാണ്. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാനുള്ള യോഗമെല്ലാം കാണുന്നുണ്ട്. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരാനും യോഗമുള്ളൊരു സമയമാണ്. ഭാഗ്യ പരീക്ഷണങ്ങളിലൂടെ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. വിദേശത്തു നിന്ന് ചില സഹായങ്ങളും സാമ്പത്തിക സഹായം പ്രത്യേകിച്ചും ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച്
വിദേശത്ത് നിന്ന് വലിയ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം കിട്ടാനുള്ള പണമൊക്കെ നേരത്തെ കിട്ടേണ്ടിയിരുന്ന പണമൊക്കെ ഇപ്പോൾ അനുവദിച്ച് കിട്ടാനും പെൻഡിങ് ആയിരുന്ന പൈസകളെല്ലാം വന്നു ചേരാനും മുഴുവനായിട്ടും കിട്ടിയില്ലെങ്കിലും ഭാഗികമായിട്ടൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതയുള്ള ഒരു കാലമാണ് ഇപ്പോൾ നടക്കുന്നത്. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടത്തിൽക്കാൽ ഈ നക്ഷത്രക്കാർ ഒരുപാട് കാര്യങ്ങളിൽ ഇൻവോൾവ്ഡ് ആവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പല കാര്യങ്ങളും ഇടപെട്ട് ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും അവർക്ക് നേരിടേണ്ടി വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലെല്ലാം ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാത്തിലും നമ്മൾ ഇടപെടാൻ വേണ്ട ആവശ്യമൊന്നും ഇല്ല. ആവശ്യമുള്ള നമുക്ക് ഗുണകരമായിട്ടുള്ളതും അല്ലെങ്കിൽ മറ്റുള്ളവർക്കെങ്കിലും ഗുണമില്ലാത്ത ആർക്കും പ്രയോജനമില്ലാത്ത കാര്യങ്ങളിലെല്ലാം സമയം ചിലവഴിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മകരരാശി ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടമര ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യമുള്ളൊരു ദിവസമാണ്. കുറച്ച് ദിവസമായിട്ട് പല കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു വരുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം സന്തോഷിക്കാവുന്നതാണ്. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കും. സഹായങ്ങളൊക്കെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പങ്കാളിയിൽ നിന്നും പൂർവിക സ്വത്ത് കൈവശം വന്നു ചേർന്നും എല്ലാം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ആരോഗ്യസ്ഥിതിയെല്ലാം മെച്ചപ്പെടും. രോഗാവസ്ഥയിലിരുന്നവർക്കെല്ലാം ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാനും ഊർജ്ജസ്വലതയോടുകൂടി കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനും പ്രവർത്തന കാര്യങ്ങളിലെല്ലാം നേട്ടങ്ങൾ കൈവരിക്കാനും നിർത്തിവെച്ചിരുന്ന അല്ലെങ്കിൽ മുടങ്ങിപ്പോയിരുന്ന ബിസിനസ്സെല്ലാം പുനരാരംഭിക്കാനുള്ള സാധ്യതകളൊക്കെ തെളിയുന്നതാണ്. ഭൂമി ഇടപാടുകൾ ലാഭകരമായി മാറുകയും ചെയ്യും. കുംഭൻ രാശി അവിട്ടമര, ചതയം, പൂരാതി, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. ദൈവാധീനം കുറഞ്ഞ ഒരു കാലവുമാണ്. ഇന്നത്തെ ദിവസം ചന്ദ്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നതുകൊണ്ട് അഷ്ടമരാശിക്കൂറാണ്. ഒരു പുതിയ കാര്യവും ഇന്ന് തുടങ്ങാനായിട്ട് അനുകൂലമല്ല. പല കാര്യങ്ങൾക്കും തടസ്സം നേരിടാൻ സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും ശ്രദ്ധിക്കുക. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. യാത്രകൾക്ക് മുടക്കം വരാനും അപകടം വരാനും ഒക്കെ സാധ്യതയുള്ള ഒരു കാലമാണ്. അതുകൊണ്ട് ഒറ്റക്കുള്ള രാത്രികാല യാത്രകളെല്ലാം പ്രത്യേകിച്ചും ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ജലത്തിൽ അപകടം സംഭവിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അത്തരം ജലയാത്രകളെല്ലാം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. മീനൻ രാശി പൂറ്റാതി, കാല്, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വലിയ നേട്ടങ്ങളും സന്തോഷിക്കാനുള്ള അവസരങ്ങളെല്ലാം പ്രതീക്ഷിക്കാം. പങ്കാളിയെ കൊണ്ട് പല നേട്ടങ്ങളും സഹായങ്ങളും എല്ലാം ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ബന്ധുക്കളെ സന്ദർശിക്കാനും അവരുമായിട്ടുള്ള സഹകരണം കൊണ്ട് ഗുണമുണ്ടാവാനുള്ള യോഗം കാണുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് എല്ലാം ലാഭകരമായിട്ട് മാറും. അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ തമ്മിൽ ഒന്നിക്കാനും പങ്കാളിത്തത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ രമ്യമായിട്ട് പരിഹരിക്കാനും സാധിക്കുന്ന ഒരു ദിവസമാണ്. ആരോഗ്യസ്ഥിതിയെല്ലാം തൃപ്തികരമായിട്ട് തുടരുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഇന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇതോടെ ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.